നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാറേമ്പാടം കമ്പിപ്പാലത്ത് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. അബോധാവസ്ഥയിലായ ബൈക്ക് യാത്രികനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചങ്ങരംകുളം കല്ലൂർമ തരിയത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ കോടതിപ്പടിക്ക് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എരുമപ്പെട്ടി കരിയന്നൂരിൽ കയർ ബൈക്കിൽ കുരുങ്ങി യാത്രികന് പരിക്ക്. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. പൂരവിളംബരം നാളെ. വർണ്ണവൈവിധ്യങ്ങളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് ചമയ പ്രദർശനത്തിന് തുടക്കമായി. മോദിയും കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറന്നിട്ടും കേരളത്തിൽ BJPക്ക് പച്ച തൊടാനാകാത്ത അവസ്ഥയാണുള്ളതെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പാൽ ചിറക്കൽ കൊണ്ടടക്കടവ് റോഡിന്റെ നവീകരണം വൈകുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. 2 വർഷം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥന് സമർപ്പിച്ചു. കൂവപ്പള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. വിശദമായ വാർത്തയിലേക്ക്. പാറേമ്പാടം കമ്പിപ്പാലത്ത് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. അബോധാവസ്ഥയിലായ ബൈക്ക് യാത്രികനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന ദുർഗ ബസ്സാണ് അമിത വേഗതയിലെത്തി ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കിന്റെ പുറകിൽ അതേ ദിശയിൽ വരികയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ഗ്ലാസിന് മുകളിലേക്കും റോഡിലേക്കും തെറിച്ചു വീണ ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റു. ബൈക്ക് യാത്രികന്റെ വീഴ്ചയിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ നാട്ടുകാർ ചേർന്ന് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജിഷീലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. CCTV ന്യൂസ് പെരുമ്പിലാവ്. തൃശൂർ പൂരമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവും തിരുത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴും തിരുവമ്പാടി, പാറമേക്കാവ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി CCFുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. രാവിലെ വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12ാമത്തെ കാര്യം റീവേരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ ഭാഗം പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ആവശ്യമായ നിർദ്ദേശം നൽകും. ഇപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി CCFുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ വനംവകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12ാമത്തെ കാര്യം റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് റീവേരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്നും മാറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം പിൻവലിച്ചു ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതതു സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്നു തന്നെയാണ് ഗവൺമെന്റിന്റെ ധാരണ. കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാകണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് പോകും. ഈ പറഞ്ഞ കാര്യം നമ്മൾ തിരുത്താൻ വേണ്ടി ഉള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്കകം മാറ്റി ഉത്തരവ് പുറത്തിറക്കും. കോടതി ഉത്തരവുകളെല്ലാം അംഗീകരിച്ച് നമുക്ക് സുരക്ഷ ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ ഇവിടെയുണ്ട്. തുടർന്ന് മറ്റുള്ളവരുമായി കൂടിയാലോചിക്കും. ആന ഉടമസ്ഥ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും. തൃശൂർക്കാർ എല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തിനെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ്. മാധ്യമങ്ങളും വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട്.
അതിനെയെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ പ്രവർത്തനങ്ങൾ പോകും എന്ന കാര്യം ബന്ധപ്പെട്ടവർക്ക് ഉറപ്പു നൽകുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. തുടർന്ന് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിക്കും. അവർ ഈ കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തും. ആന ഉടമസ്ഥ സംഘവുമായി ഏതെങ്കിലും വിധത്തിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് കേൾക്കും. തൃശ്ശൂർക്കാരെല്ലാവരും ഒരു മനസ്സായി ഈ പൂരത്തെ അതിഗംഭീരമാക്കാൻ നോക്കുകയാണ്. മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസമായി വലിയ പ്രയത്നം അതിനുവേണ്ടി നടത്തുന്നുണ്ട്. അതിനെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഒരു പ്രയാസവുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ പോകും എന്നുള്ള കാര്യം ഇപ്പോൾ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകുന്നു. CCTV ന്യൂസ്, കേച്ചേരി. വർണ്ണവൈവിധ്യങ്ങളുടെയും ആന അലങ്കാരങ്ങളുടെയും വിസ്മയ കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദയും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും ചേർന്ന് ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി നന്ദാത്മജാനന്ദ, മേയർ MK വർഗീസ്, P ബാലചന്ദ്രൻ MLA, കൽദായ സുറിയാനി ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾ ചമയശില്പികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. 50 സെന്റ് പട്ടുകുടകളും 12 സെറ്റ് സ്പെഷ്യൽ കുടകളും ആനയലങ്കാരങ്ങളുമാണ് പാറമേക്കാവ് അഗ്രശാലയുടെ 2 നിലകളിലായി സജ്ജീകരിച്ച് വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുന്നത്. ഇന്നും നാളെയും രാത്രി 10 വരെയാണ് ചമയപ്രദർശനം കാണാനാവുക. ന്യൂസ് ഡെസ്ക്, CCTV. പൂരപ്രേമികൾക്ക് ആനച്ചമയങ്ങളുടെ മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം കൗസ്തുഭം ഹാളിൽ ആരംഭിച്ചു. നിരവധി പൂരപ്രേമികളും ആനപ്രേമികളുമാണ് ചമയ പ്രദർശനം കണ്ടാസ്വദിക്കാൻ ഷൊർണൂർ റോഡിലുള്ള ദേവസ്വത്തിന്റെ പ്രദർശന ഹാളിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയ പ്രദർശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA, മേയർ MK വർഗീസ്, കൽദായ സഭ ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ്, കുറുക്കഞ്ചേരി പള്ളി ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി, ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ TS സുന്ദർ മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, പൂരപ്രേമികൾ തുടങ്ങിയവർ പൂരാശംസകൾ നേർന്നു. കൗസ്തുഭം ഹാളിൽ ഒരുക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന ചമയ കാഴ്ചകൾ പൂരപ്രേമികൾക്ക് നവ്യാനുഭവമായി. എല്ലാത്തരം പുതിയ കുടകളും ചില സ്പെഷ്യൽ കുടകളും ആലവട്ടം, വെഞ്ചാമരം, ആനയുടെ ആടയാഭരണങ്ങൾ, തോരണങ്ങൾ, അലങ്കാരങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തൃശൂർ പൂരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ജാതിമതഭേദമന്യേ ആഘോഷിക്കുന്ന പൂരത്തിൽ നിന്ന് ആരും മാറി നിൽക്കരുതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. ഇത്തവണ 10ഓളം സ്പെഷ്യൽ കുടകൾ അണിയറയിൽ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൽ 1-2 പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ബാക്കി സർപ്രൈസ് കുടമാറ്റത്തിന് കാണാമെന്നും സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CCTV. ചങ്ങരംകുളം കല്ലൂർമ തരിയത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. പുത്തൻപള്ളി പെരുമ്പടപ്പ് പട്ടേരിക്കുന്ന് തൊഴുവാനൂർ കുഞ്ഞുമോന്റെ മകൻ 43 വയസ്സുള്ള ദിനേശനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയാണ് അപകടം. ചങ്ങരംകുളത്ത് നിന്നും ചിറവല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലും ദിശാബോർഡിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ദിനേശനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ കോടതിപ്പടിക്ക് സമീപം ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടുപാറ സ്വദേശി ശിവൻ, കടങ്ങോട് സ്വദേശി കേളത്ത് പറമ്പിൽ അനസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടമുണ്ടായത്. പെങ്ങാമുക്കിലെ ബന്ധുവീട്ടിൽ നിന്ന് തിരിച്ചുപോരുന്ന ശിവനും കുടുംബവും സഞ്ചരിച്ച സ്കൂട്ടറും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ പിക്കപ്പ് വാനിൽ ലോഡ് കയറ്റുന്നതിനിടയിൽ കയർ ബൈക്കിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കരിക്കാട് പുറവൂർ സ്വദേശി കക്കുന്നൽ മേൽവീട്ടിൽ 57 വയസ്സുള്ള അജിത് കുമാറിനാണ് പരിക്കേറ്റത്. കരിയന്നൂർ ജാറത്തിന് സമീപത്ത് വെച്ച് ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ലോഡ് കയർ ഉപയോഗിച്ച് കെട്ടുന്നതിനിടയിൽ അതുവഴി പോകുകയായിരുന്ന ബൈക്കിൽ കയർ കുരുങ്ങുകയായിരുന്നു. പരിക്കേറ്റ അജിത് കുമാറിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കാട്ടകമ്പാൽ ചിറക്കൽ കൊണ്ടടക്കടവ് റോഡിന്റെ നവീകരണം വൈകുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. 2 വർഷം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പാതി പോലും പിന്നിട്ടിട്ടില്ല. റോഡരികിൽ പലയിടത്തും മണ്ണും മെറ്റലും കൂട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് മുന്നോടിയായി റോഡരികിലെ മൺകൂനകൾ അധികൃതർ മാറ്റിയിട്ടുണ്ട്. റോഡരികിലെ മൺകൂനകൾ തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം പൊടി കാറ്റിൽ പാറുന്നതും ശല്യമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് മണ്ണ് നീക്കം ചെയ്തത്. റോഡ് പണി പൂർത്തിയാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മോദിയും കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറഞ്ഞിട്ടും കേരളത്തിൽ BJPക്ക് പച്ച തൊടാനാവാത്ത അവസ്ഥയാണുള്ളതെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി മേഖല തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് കേന്ദ്രം ഭരിക്കുന്നവർ കൈകാര്യം ചെയ്യുന്നത്. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ് BJP നയം. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാമതും അധികാരത്തിലെത്താനാണ് മോദി ശ്രമിക്കുന്നത്. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുമുന്നണിക്കൊപ്പം അണിനിരക്കാനും അഡ്വക്കേറ്റ് VS സുനിൽകുമാറിനെ നമ്മുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കാനും ഒത്തൊരുമിച്ച് പോരാടാൻ മുഴുവൻ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും പെരുന്നെല്ലി കൂട്ടിച്ചേർത്തു. പേരിൽ, ഭാഷയുടെ പേരിൽ, ഭക്ഷണ രീതിയുടെ പേരിൽ, വസ്ത്രധാരണ രീതിയുടെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ, അങ്ങനെ നാനാതരം പേരുകളിൽ ഈ പറയുന്ന ഐക്യം തകർത്തുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് RSSും BJPയും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഹിന്ദുരാഷ്ട്ര ലക്ഷ്യത്തിലേക്ക് വീണ്ടും നരേന്ദ്രമോദിയും കൂട്ടുകാരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കൂടും, വേഗത കൂടും, ജനാധിപത്യമില്ലാതാകും. പിന്നെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമില്ല. എളവള്ളി പാറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിന് സമീപത്ത് അവസാനിച്ചു. എളവള്ളി മേഖലയിലെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വിളിച്ചോതിയ LDF റാലിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ മുത്തുകുടകളും സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകളുമേന്തി അണിനിരന്നു. പ്രകടനത്തിന് തമ്പോലം ഉൾപ്പെടെയുള്ള വാദ്യമേളകൾ അകമ്പടിയേകി. CPM എളവള്ളി ലോക്കൽ സെക്രട്ടറി PV അശോകൻ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയമ്പറമ്പിൽ, LDF നേതാക്കളായ KF ഡേവിസ്, AV വല്ലഭൻ, PL ഡൊമിനിക്, ഷാജി കാക്കശ്ശേരി, TC മോഹനൻ, CK ബാബു, KP രാജു, PK ചന്ദ്രൻ, KK പ്രസന്ന, VC വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K മുരളീധരൻ ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിൽ നടത്തിയ പര്യടനം ആവേശകരം. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്കിന് കീഴിലുള്ള മേഖലകളിലാണ് ബുധനാഴ്ച മുരളീധരന്റെ 2ാം ഘട്ട പര്യടനം നടന്നത്. രാവിലെ 8 മണിയോടെ ചൂണ്ടൽ സെന്ററിൽ നിന്നാണ് പര്യടന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. TN പ്രതാപൻ MP പര്യടനം ഉദ്ഘാടനം ചെയ്തു. BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനായുള്ള അന്തർധാര നിലപാടിലേക്ക് CPM മാറിയെന്ന് പ്രതാപൻ പറഞ്ഞു. കരുവന്നൂരും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട അഴിമതി കഥകളും CPM എന്ന പാർട്ടിയെ സംഘപരിവാറിന്റെ ആലയിലേക്ക് എത്തിച്ചുവെന്നും ഇതിനെതിരെ ശക്തമായ ജനവിധി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PA മാധവൻ അധ്യക്ഷനായി. PRN നമ്പീശൻ, അസ്ഹർ അലി തങ്ങൾ, CC ശ്രീകുമാർ, CJ സ്റ്റാൻലി, V വേണുഗോപാൽ, RM ബഷീർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പയ്യൂർ, പാറന്നൂർ, ചിറനെല്ലൂർ, ആയമുക്ക്, തലക്കോട്ടുകര, മഴുവഞ്ചേരി, കേച്ചേരി, ആളൂർ സെന്റർ, കൂനമൂച്ചി, മറ്റം, നമ്പഴിക്കാട്, കണ്ടാണശ്ശേരി, ചൊവ്വല്ലൂർ എന്നീ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. തൈക്കാട്, പാവർട്ടി, എളവള്ളി എന്നീ മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിലും ബുധനാഴ്ച സ്ഥാനാർത്ഥി പര്യടനം നടന്നു. തരംഗമായി മാറിയ K മുരളീധരന്റെ പര്യടനത്തിന് ഓരോ കേന്ദ്രങ്ങളിലും വലിയ ജനക്കൂട്ടമാണ് എതിരേറ്റത്. ബാൻഡ് മേളവും ബൈക്ക് റാലിയുമായാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രവർത്തകരെത്തിയത്. 3 തവണ തൃശ്ശൂരിൽ വന്ന നരേന്ദ്രമോദി 1 മണിക്കൂർ പോലും മണിപ്പൂരിൽ ചെലവഴിച്ചില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. പല വർഗീയ സംഘർഷങ്ങളും നടക്കുമ്പോൾ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് മോഡി കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഭരണമാറ്റമുണ്ടാവണം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം. CCTV ന്യൂസ് കേച്ചേരി.
കുഞ്ഞനന്ദൻ ഉൾപ്പെടെ ഒരുപാട് മരണങ്ങളുടെ വസ്തുതകൾ പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി പറഞ്ഞു. തൃശൂർ ലോക്സഭാ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ നിയോജക മണ്ഡലം UDF കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CH റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, CA മുഹമ്മദ് റഷീദ്, PM അമീർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ക്രമസമാധാന നടപടികളുടെ ഭാഗമായി കാട്ടകമ്പാൽ മേഖലയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. CRPF ഇൻസ്പെക്ടർമാരായ ഉപേന്ദ്ര സിംഗ്, N മൂർത്തി, കുന്നംകുളം SHO UK ഷാജഹാൻ, സബ് ഇൻസ്പെക്ടർമാരായ ജിഷിൽ പോളി, സിവിൽ പോലീസ് ഓഫീസർ ഷിജിൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പഴഞ്ഞി ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. ആയുധധാരികളായ കേന്ദ്ര സേനാംഗങ്ങൾ മാർച്ചിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന സന്ദേശ വാഹന പ്രചരണ ജാഥയ്ക്ക് അണ്ടത്തോട് സെന്ററിൽ നിന്നും തുടക്കമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി ചാലക്കുടിയിലും തൃശൂരും മത്സരിക്കുന്ന ബെന്നി ബെഹനാന്റെയും K മുരളീധരന്റെയും വിജയം സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയാണ് പ്രചരണ വാഹന ജാഥ സംഘടിപ്പിച്ചത്. മണ്ണിൽ ജീവിക്കാനായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണന തുറന്നുകാട്ടിയാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത്. വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീന്റെ അധ്യക്ഷതയിൽ നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് P അശോകൻ നിർവഹിച്ചു. MP TN പ്രതാപൻ മുഖ്യാതിഥിയായി ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ ജാഥ ക്യാപ്റ്റനായും സംസ്ഥാന സെക്രട്ടറി KV സജിത് ജാഥ മാനേജറുമായാണ് പ്രചരണ വാഹന ജാഥ നടത്തുന്നത്. KD വീരമണി, AK മൊയ്തുണ്ണി, PP ബാബു, മുസ്താഖ് അലി, NR ഗഫൂർ, KV സിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി സ്ഥലത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അഴീക്കോട് പുത്തൻപള്ളിയിൽ സമാപിക്കും. KS റാഫി, ഷാഹിദ് കൊപ്പര, ഷാനിബ മൊയ്തുണ്ണി, ഷൗക്കത്ത്, ചന്ദ്രബാബു, ഷീലാശാന്തൻ, ആലത്തിയിൽ മൂസ, ടിപ്പു ആറ്റുപുറം, മണി ഉല്ലാസ് തുടങ്ങി കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നേർകുളം. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ തൽസ്ഥാനം രാജിവെക്കണമെന്ന് ആർത്താറ്റ് ബ്ലോക്ക് മണ്ഡലം ബൂത്ത് പോഷക കമ്മിറ്റികളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആർത്താറ്റ് മണ്ഡലത്തിൽ കാര്യക്ഷമമാക്കില്ലെന്നാരോപിച്ചാണ് രാജി ആവശ്യപ്പെട്ടത്. കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ UDF ജില്ലാ ചെയർമാനെയും നിയോജകമണ്ഡലം ചെയർമാനെയും തീരുമാനം അറിയിക്കുവാനും ഐക്യകണ്ഠേന തീരുമാനിച്ചു. മിഷ സെബാസ്റ്റ്യൻ തൽസ്ഥാനം രാജിവെക്കാത്ത പക്ഷം തുടർ നടപടിയെടുക്കുമെന്നും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. കാണിപ്പയ്യൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി. പോണ്ടിച്ചേരി കടലൂർ സ്വദേശി 45 വയസ്സുള്ള കുമാറിനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ B വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം രക്ഷപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്തി കേരള പരിശോധന സംഘടിപ്പിച്ചു. ഹോട്ടലുകൾ, കൂൾബാറുകൾ, ബേക്കറികൾ തുടങ്ങിയ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം, വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ, നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിച്ച സ്ഥാപനങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കൂനമുച്ചി സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള ദേവാസ് ബേക്കറിയിലാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കുന്നതും സ്ഥാപനം വൃത്തിയായി സൂക്ഷിക്കാതെയും അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാതെ അലക്ഷ്യമായി നിക്ഷേപിച്ചതും കണ്ടെത്തിയത്. സ്ഥാപനത്തിന്റെ പേര് പ്രദർശിപ്പിക്കാതെ ലൈസൻസ് ഇല്ലാതെ ഐസ്ക്രീം കച്ചവടം നടത്തിവരുന്നതും ഫ്രീസറുകൾ അലക്ഷ്യമായി നിരത്തിയിട്ട് വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതായും കണ്ടെത്തിയ അരിയന്നൂരിലെ സ്ഥാപനം, നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിച്ച അരിയന്നൂർ രാമകൃഷ്ണ ടീ ഷോപ്പ്, മറ്റം സെന്ററിലുള്ള മാർക്കറ്റും പരിസരവും തുടങ്ങിയ ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. നിബന്ധനകളും നിർദ്ദേശങ്ങളും പാലിക്കാതെ വ്യാപാരം നടത്തിയ സ്ഥാപനങ്ങൾക്ക് പരിശോധനയുടെ ഭാഗമായി പിഴ ചുമത്തുകയും ചെയ്തു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം പരസ്യമായി കത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മറ്റം സെന്ററിലുള്ള മാർക്കറ്റിന്റെ ഉടമസ്ഥാവകാശമുള്ള മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ കൈക്കാരന്മാരെ സംഭവത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും 10 കടമുറികളിലെയും വ്യാപാരികൾക്ക് താക്കീത് നൽകി.
ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്, VL ബിജു, പഞ്ചായത്ത് ക്ലർക്ക് CR ജ്യോതി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആത്മ 2023-24 പദ്ധതി പ്രകാരം കർഷകർക്ക് ജില്ലയ്ക്ക് പുറത്ത് പരിശീലനം നൽകി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട 10 കൃഷിഭവനുകളിലെ മൂല്യവർദ്ധിത കൃഷിക്കൂട്ടങ്ങൾ, കർഷകർ എന്നിവരിൽ നിന്നും തെരഞ്ഞെടുത്ത കർഷകർക്കാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ട്രെയിനിംഗ് സ്ഥാപനമായ ആലുവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചായിരുന്നു പരിശീലനം. നാളികേരത്തിന്റെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കോക്കനട്ട് പിക്കിൾ, കോക്കനട്ട് ചോക്ലേറ്റ്, പൗഡർ, കുക്കീസ് തുടങ്ങി 6 ഇനം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനമാണ് നൽകിയത്. ഫുഡ് ടെക്നോളജിസ്റ്റ് അനീറ്റ, ട്രെയിനർ സോനു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. CDBയുടെ പ്രവർത്തനം സംബന്ധിച്ച് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ രശ്മി വിശദീകരണം നടത്തി. ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മേനോൻ, കൃഷി ഓഫീസർമാരായ S ജയൻ, RP അഞ്ജന, ഗായത്രി രാജശേഖരൻ, ആത്മാ സ്റ്റാഫുകളായ റീന, ശ്രീദേവി എന്നിവർ നേതൃത്വം നൽകി. തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്കുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു പരിശീലന പരിപാടിയാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിന്നിവിടെ 6 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അവിടെ കർഷക പരിശീലനാർത്ഥികളെ കൊണ്ട് തന്നെ. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥന് സമർപ്പിച്ചു. കൂവപ്പുള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ മണലൂർ ഗോപിനാഥനെ പുരസ്കാരം സമർപ്പിച്ചു. ക്ഷേത്രമൂരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് പൊന്നാടയണിയിച്ചു. അതില് ഒരു പറ്റി എഴുതിയിരുന്നു. അപ്പോഴാണ് കോതറ മനയെക്കുറിച്ചും ആശാന്റെ തുള്ളലിനെ കുറിച്ചുള്ള കഥകളൊക്കെ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. ആ സ്ഥലത്ത് തന്നെ വരികയാണ്. ആശാൻ ആദ്യമായി ചിരങ്ക കെട്ടി തുള്ളൽ അവതരിപ്പിച്ച ആ സ്ഥലം ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആ സ്ഥലത്ത് നിന്ന് ഞാൻ ആദ്യം വേഷത്ത് നമസ്കരിച്ച്, അത് ബാലസുബ്രഹ്മണ്യ ആശാൻ അത് എന്ത് ചെയ്തു വെച്ചാൽ അവിടെ വിളക്ക് കൊണ്ടുപോയി കത്തിച്ച് വെച്ച് ചിട്ടപ്രകാരം തന്നെ അത് ചെയ്തു എന്നുള്ളതിൽ വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഒരു പകർനാട്ടമാണ് ഒരു ഗോപിയിൽ നിന്ന് ഗോപി എന്ന് നേരത്തെ ആശാൻ പറഞ്ഞതുപോലെ ഒരു പകർനാട്ടമാണ് ഇവിടെ നടന്നത്. പക്ഷെ കുറച്ച് വൈകി. മണലൂർ തുള്ളൽ കളരി ആശാനായി സേവനമനുഷ്ഠിക്കുന്ന ഗോപിനാഥ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ കൂടിയാണ്. ചടങ്ങിൽ ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. സംഘാടക സമിതി കൺവീനർ CM വേണുഗോപാൽ, ക്ഷേത്രം സെക്രട്ടറി സന്തോഷ്, ജനാർദ്ദന വാര്യർ, മോഹനൻ നമ്പീശൻ, ക്ഷേത്രമാതൃസമിതി പ്രതിനിധി ഉഷാ മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ പൈതൃക പുരസ്കാരം ഈ വർഷം പ്രശസ്ത കഥകളി ആചാര്യനും കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പാളുമായിരുന്ന കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് നൽകും. ഏപ്രിൽ 21 ഗുരുവായൂർ ടൗൺ ഹാളിൽ പൈതൃകം സംഘടിപ്പിക്കുന്ന സ്വാമി ഉദിത് ചൈതന്യയുടെ ഭാഗവതോത്സവ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഉപഹാരം സമർപ്പിക്കും. കോതച്ചിറ ശ്രീ മഹാവിഷ്ണു തിരുവുത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മണലൂർ ഗോപിനാഥിന്റെ ഓട്ടൻതുള്ളലും പേരാമംഗലം ഗുരുകൃപ കലാകേന്ദ്രത്തിന്റെ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗാർഗി പബ്ലിക്കേഷന്റെ ആദ്യ പുസ്തകമായ നസീമാസ് ഷെൽട്ടർ പ്രകാശനം ഏപ്രിൽ 27 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിച്ചൂർ സ്വദേശി പ്രിയ രവീന്ദ്രന്റെ ആദ്യ നോവലാണ് നസീമാസ് ഷെൽട്ടർ. പ്രശസ്ത എഴുത്തുകാരനായ അഷ്ടമൂർത്തി എഴുത്തുകാരി MD രത്നമ്മയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ അധ്യക്ഷയാകും. ചടങ്ങിൽ എഴുത്തുകാരും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സന്നിഹിതരാകും. 23 വർഷം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച പ്രിയ രവീന്ദ്രൻ കുട്ടികൾക്ക് വേണ്ടി നിരവധി കഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗാർഗി. ഇവിടെ ഗാർഗി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. കുട്ടികളുടെ പഠന പ്രശ്നവും അതുപോലെ സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നുള്ള പോലെ ഒരു പബ്ലിഷിംഗ് രംഗത്തേക്കും കൂടി കാലുവയ്ക്കുകയാണ്. അതിൽ ആദ്യത്തെ പുസ്തക പ്രകാശനം പ്രിയ രവീന്ദ്രൻ്റെയാണ്. നസീമാസ് ഷെൽട്ടർ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എഴുത്തുകാരൻ അഷ്ടമൂർത്തിയാണ് അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. എരുമപ്പെട്ടി ഫരീബ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഗാർഗി ലേണിംഗ് സെന്ററിൽ
ഫാമിലി കൗൺസിലിംഗ്, പഠനത്തിൽ അടിത്തറയില്ലാത്തവർക്കും പഠന പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്കും മനഃശാസ്ത്ര സമീപനത്തോടെയുള്ള പരിശീലനങ്ങൾ, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനുമുള്ള സഹായങ്ങൾ, തരുണി എന്ന പേരിൽ വനിതകൾക്ക് ട്രഡീഷണൽ വസ്ത്ര ഡിസൈനിംഗ് പരിശീലനം എന്നിവ നൽകി വരുന്നുണ്ട്. ഒരുപാട് ലേഡീസ് വീട്ടിലിരിക്കുന്നുണ്ട്. അവർക്ക് ധാരാളം കഴിവുകൾ, പല രീതിയിലും കഴിവുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗാർഗി CEO സ്മിത കോടനാട്ട്, കോർഡിനേറ്റർ VA അനീഷ, പബ്ലിക്കേഷൻ മാനേജർ മിനി ചന്ദ്രൻ, കഥാകൃത്ത് പ്രിയ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഞാനൊരു 23 വർഷം അധ്യാപികയായിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളതുമായിട്ട് കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. നോവല് ഞാനൊരു 3 മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്, നസീമ ഷെൽട്ടർ എന്നുള്ള നോവല്. അത് ഗാർഗി സ്മിതേച്ചിയുടെ ഒരു സഹായം, സപ്പോർട്ടും ഉണ്ടാവുക കാരണം അത് വെളിച്ചം കാണാൻ കഴിഞ്ഞു. അതെനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃത അധ്യാപകനായ P. പത്മനാഭന് ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയത്തിൽ നിന്നും കേരളീയ മുഹൂർത്ത ഗ്രന്ഥാനാം സമീക്ഷാത്മകം അധ്യയനം എന്ന വിഷയത്തിൽ സംസ്കൃതത്തിൽ PhD ലഭിച്ചു. ഡോക്ടർ P. പത്മനാഭൻ കാസർഗോഡ് ജില്ലയിലെ കാറളത്ത് VV കൃഷ്ണമാരാരുടെയും ലക്ഷ്മി അമ്മയുടെയും മകനാണ്. ഭാര്യ ഡോക്ടർ സുജ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. മകൾ നിരഞ്ജന പത്മനാഭൻ BA വിദ്യാർത്ഥിനിയാണ്. കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി, ഗുരുവായൂർ സംസ്കൃത അക്കാദമി ചെയർമാൻ എന്നീ ചുമതലകൾ വഹിച്ചുകൊണ്ട് സംസ്കൃത പ്രചാരണ രംഗത്ത് സജീവമാണ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിന്റെ വികസനം ത്വരിതഗതിയിലാക്കണമെന്ന് തൃശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏകദേശം 14 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ജനങ്ങൾക്ക് യാത്രാക്ലേശവും അപകടങ്ങളും ഉണ്ടാകുന്നതിനാൽ അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് നവീകരിക്കാനും വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാലോചിതമായി പരിഷ്കരിക്കാൻ സർക്കാർ നടപടിയെടുക്കാനും സമ്മേളനം ആവശ്യപ്പെട്ടു. കുന്നംകുളം ഒറീസൺ ഹാളിൽ നടന്ന സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംരംഭമെന്ന നിലയിൽ ബസ് വ്യവസായത്തെ നിലനിർത്താൻ സംസ്ഥാന സർക്കാർ കഴിയാവുന്ന മുഴുവൻ ഇടപെടലും നടത്തുന്നുണ്ടെന്നും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കുന്നംകുളം റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ചതിനാൽ വന്ന സാങ്കേതിക തടസ്സമാണ് റോഡ് നവീകരണം പൂർത്തിയാക്കാത്തതിന് കാരണമെന്നും റീടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡ് നവീകരണം പൂർത്തിയാക്കുമെന്നും MLA അറിയിച്ചു. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് KK ഷാജഹാൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ, ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, P. മുകേഷ്, MB സതീശൻ, KV ടോം എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരെ ആദരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനും ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ സംഗീതോത്സവത്തിലെ സജീവ സാന്നിധ്യവുമായിരുന്ന KG ജയന് ദേവസ്വം പ്രണാമം അർപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി ഭരണസമിതി അംഗം VG രവീന്ദ്രൻ മനോജ് K. ജയന്റെ തൃപ്പൂണിത്തുറയിലെ വില്ലയിലെത്തി KG ജയന്റെ ഭൗതികദേഹത്തിൽ റീത്ത് സമർപ്പിച്ചു. KG ജയന്റെ വിയോഗത്തിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്കുള്ള അനുശോചനം മനോജ് K. ജയനടക്കമുള്ള സംതപ്ത കുടുംബാംഗങ്ങളെ അദ്ദേഹം അറിയിച്ചു. SKSSF കുന്നംകുളം മേഖല തൊലബ വിങ്ങിന്റെ നേതൃത്വത്തിൽ മേഖലാ മുവല്ലിം സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ നെല്ലിക്കുന്ന് യൂണിറ്റിൽ മരണമടഞ്ഞ പ്രവർത്തകൻ അൻസിലിനെ അനുസ്മരിച്ചു. ലക്ഷംവീട് ഇഹ്യാ ഉൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിച്ച പരിപാടി ഷെരീഫ് ദാരിമി ഉദ്ഘാടനം ചെയ്തു. അജ്മൽ ചിറമനങ്ങാട് അധ്യക്ഷത വഹിച്ചു. സാദിഖ് ഖാദിരി അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഹാഫിൽ അബ്ദുൾ ബാസിദ് ഖിറാത്ത് നിർവഹിച്ചു. ഇബ്രാഹിം ഫൈസി പഴുനാന, ഹാഫിൽ സിനാൻ കോട്ടൂൽ, അബ്ബാസ് അൻവരി പൊർക്കളങ്ങാട്, സുൽത്താൻ അഹമ്മദ്, സാബിർ ഖാസിമി, ഹാഫിൽ അൻസിൽ കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. SKSSF തൃശൂർ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെരീഫ് ദാരിമി അൻവരി, പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ സ്വാദിഖ് അൻവരി, ഹിഫുൽ പഠനം പൂർത്തിയാക്കിയ ബാസിദ് എന്നിവരെ ആദരിച്ചു. ഖബർ സിയാറത്തിന് ഹാഫിൽ റഫീഖ് ഫൈസി പന്നിത്തടം നേതൃത്വം നൽകി. ശക്തന്റെ തട്ടകത്ത് ആവേശം കൊട്ടിക്കയറുമ്പോൾ തൃശൂർ പൂരത്തിന്റെ വർണ്ണചാരുത വർണ്ണിക്കുന്ന വീഡിയോ ആൽബം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. തൃശൂർ പൂരം കാണാൻ വെമ്പൽ കൊള്ളുന്ന ഒരു പെൺകുടിയുടെ മനസ്സിലെ ചിന്തകളിലൂടെയാണ് ആൽബം കടന്നു പോകുന്നത്. പൂരം കാണാൻ താനും പോന്നോട്ടെ എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അവിടെ വലിയ തിക്കും തിരക്കുമാണ്, വേണ്ട എന്ന മറുപടി കേട്ട് പ്രയാസപ്പെട്ടിരിക്കുകയാണ് അവൾ. എന്തിട്ട് നീ പറയണത്? നല്ല തിക്കും തിരക്കുണ്ടാവും പൂരത്തിന്. പെൺകുട്ടികൾ വീട്ടിൽ നിന്നിട്ട് TV കണ്ടാൽ മതി പൂരമൊക്കെ.
അതാ നല്ലത്. ഇവിടെ നിന്നാണ് ആൽബം തുടങ്ങുന്നത്. ഇലഞ്ഞിത്തറമേളവും തെക്കോട്ടിറക്കവും മഠത്തിൽ വരവുമെല്ലാം ആ കണ്ണുകളിലൂടെ മനസ്സിലൂടെ മിന്നിമറിയുന്നു. ഒരർത്ഥത്തിൽ പൂരം കാണാൻ ഇന്നും വിലക്കപ്പെടുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ അവകാശ പോരാട്ട ഗീതിയാകുന്നുണ്ട് ഈ ആൽബം. ഫോർ ഫ്രെയിം മൊമെന്റ്സിന്റെ ബാനറിൽ വിനീഷ് വിശ്വനാഥാണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. സന്ദീപ് മുണ്ടൂരിന്റെ വരികൾക്ക് സുരേഷ് പാവനി സംഗീതം നൽകിയിരിക്കുന്നു. പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ ശബ്ദ സൗന്ദര്യം കൂടിയായപ്പോൾ ഗാനം തൃശൂർ പൂരത്തിന്റെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്നതായി. ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണങ്ങളാണ് ആൽബത്തിന് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. വഴിയാത്രക്കാർക്ക് നയനമനോഹര കാഴ്ചകൾ സമ്മാനിച്ച് സംസ്ഥാന പാതയിൽ കടലാസ് പൂക്കൾ. തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ പാവിട്ടപ്പുറം മാങ്കുളത്താണ് ഈ മനോഹര കാഴ്ചയുള്ളത്. വഴിയാത്രക്കാരെയും സഞ്ചാരികളെയും ആകർഷിക്കുകയാണ് സംസ്ഥാന പാതയിൽ മാങ്കുളത്തെ കടലാസ് പൂക്കൾ. പ്രകൃതി സ്നേഹി കൂടിയായ എരമംഗലം സ്വദേശിയായ ഡോക്ടറാണ് തന്റെ തോട്ടത്തിനോട് ചേർന്ന സ്ഥലത്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ച് പ്രദേശത്തെ മനോഹരമായി മാറ്റിയിരിക്കുന്നത്. തോട്ടത്തിലെ കൃഷി നോക്കി നടത്തുന്ന മാങ്കുളം സ്വദേശിയായ മരക്കാരാണ് ചെടിയുടെ പരിപാലനം നടത്തുന്നത്. തോട്ടം നനയ്ക്കുന്നതിനോടൊപ്പം തന്നെ റോഡരികിലെ കടലാസ് ചെടികൾക്കും വെള്ളവും വളവും നൽകിയാണ് പരിപാലിക്കുന്നത്. കടലാസ് ചെടികൾ പൂത്തതോടെ നിരവധി പേരാണ് ഇവിടെ നിന്നും ഫോട്ടോയെടുക്കാനായി എത്തുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഗുരുവായൂരിൽ 1008 അമ്മമാരുടെ ഭാഗവത പാരായണവും 501 കുട്ടികളുടെ വിഷ്ണു സഹസ്രനാമവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി ഉദിത് ചൈതന്യ ആചാര്യനായി ഗുരുവായൂർ ടൗൺ ഹാളിൽ 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ വേദിയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാരായണ സമിതികളിലെ അംഗങ്ങളാണ് ആചാര്യനോടൊപ്പം ഭാഗവതം വായിക്കുന്നത്. സപ്താഹവേദിയിൽ ഇതാദ്യമായാണ് ഇത്രയും അമ്മമാർ പങ്കെടുക്കുന്ന പാരായണം നടക്കുന്നത് എന്നും ഭാരവാഹികൾ അവകാശപ്പെട്ടു. കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിൽ നിന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിനായി കുട്ടികളെത്തും. തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദവിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വേദഘോഷത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ സപ്താഹം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യും. 28-ന് നടക്കുന്ന സമാപന സഭ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാരിയർ ഉദ്ഘാടനം ചെയ്യും. സപ്താഹ സമിതി ചെയർമാൻ ഡോക്ടർ CM വാസുദേവൻ, ജനറൽ കൺവീനർ GK പ്രകാശൻ, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, വൈസ് ചെയർമാൻമാരായ PS പ്രേമാനന്ദൻ, രാംസൺസ് വേണുഗോപാൽ, IP രാമചന്ദ്രൻ, വർക്കിംഗ് കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, ട്രഷറർ AK ദിവാകരൻ, സെക്രട്ടറി മധു K നായർ, കൺവീനർമാരായ ശ്രീകുമാർ P നായർ, മണലൂർ ഗോപിനാഥ്, KK വേലായുധൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ സിവിൽ സർവീസിൽ 468 റാങ്ക് ലഭിച്ച സന്തോഷത്തിലാണ് പഴഞ്ഞി പെരുന്തുരുത്തി കോതനാത്ത് വീട്ടിൽ കിരൺ. കഴിഞ്ഞ നവംബർ 10-നായിരുന്നു കിരണിന്റെയും പത്തനംതിട്ട സ്വദേശിനി അഡ്വക്കേറ്റ് അരുണ നായരുടെയും വിവാഹം. ഒന്നിച്ച് സിവിൽ സർവീസ് പരിശീലനത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. തന്റെ 5ാമത്തെ ശ്രമത്തിലാണ് കിരണിന് മികച്ച റാങ്ക് ലഭിച്ചത്. പഴഞ്ഞി സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് KA മുരളീധരന്റെയും പരേതയായ ഇന്ദിരയുടെയും 2ാമത്തെ മകനാണ് കിരൺ. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനശേഷം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും മെക്കാനിക്കൽ വിഭാഗത്തിൽ BTech എടുത്തു. ഇപ്പോൾ തിരുവനന്തപുരം ഐലേൺ അക്കാദമിയിൽ പഠനത്തോടൊപ്പം പരിശീലനവും നൽകുകയാണ് കിരണും അരുണയും. അരുൺ സഹോദരനാണ്. ഞാൻ പഴഞ്ഞി പെരുന്തുരുത്തിയിലാണ് വീട്. ഞാൻ പഠിച്ചതൊക്കെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു +2 വരെ. അതിനുശേഷം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു. പിന്നീട് സിവിൽ സർവീസ് എൻ്റെ സഹോദരൻ്റെ ഒരു നിർദ്ദേശപ്രകാരം, ഒരു ആഗ്രഹപ്രകാരം ഒക്കെ ആയിട്ട് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് സപ്പോർട്ടോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. തിരുവനന്തപുരത്ത് ഐലൺ IAS അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ആദ്യം കോച്ചിങ് എടുത്തത്. അതിനുശേഷം സ്വയമായിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. 5ാമത്തെ അറ്റംപ്റ്റിലാണ് ഇപ്പോൾ എനിക്ക് 468ാമത്തെ റാങ്ക് ലഭിച്ചിരിക്കുന്നത്. 21 എക്സാം മെയിൻസ് ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് എഴുതിയിരുന്നത്. ഇനിയിപ്പം ഞാൻ 3 അറ്റംപ്റ്റ് എടുത്തു. ഇനിയിപ്പം അടുത്ത അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിൽ നയതന്ത്രജ്ഞത കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OICയും പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OICയും അധ്യാപകരും വീട്ടിലെത്തി അനുമോദിച്ചു.
സ്കൂൾ പ്രിൻസിപ്പൽ പൊന്നാട് അണിയിച്ചു. മാനേജർ പൂച്ചണ്ട് സമ്മാനിച്ചു. സിവിൽ സർവീസിൽ 468 റാങ്ക് ലഭിച്ച കിരൺ മുരളി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനകാലത്തെ ഓർമ്മകൾ പങ്കുവച്ചു. അധ്യാപികമാരും ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പെരുന്തുരുത്തി സ്വദേശി കിരൺ മുരളിയെ യൂത്ത് കോൺഗ്രസ് പെരുന്തുരുത്തിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് നദീർ KM, KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, മോഹനൻ, ബാസിൽ, ഗഫൂർ, രാജീവ്, റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു. MA അറബിക് 6 റാങ്ക് കരസ്ഥമാക്കി നാടിന് അഭിമാനമായി റസീന റബിൻ. അണ്ടത്തോട് പാപ്പാളി ചോലയിൽ ബഷീർ ജമീല ദമ്പതികളുടെ മകളാണ് റസീന. കയ്പമംഗലം ബസ്താനുൽ ഉലും അറബിക് കോളേജിലാണ് MG യൂണിവേഴ്സിറ്റി MA അറബിക് പഠനം നടത്തിയത്. ഈ വർഷത്തെ MA അറബിക് പരീക്ഷയിൽ 1 റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ 10 റാങ്കുകളിൽ 6 റാങ്കുകൾ ബസ്താനുൽ ഉലും അറബിക് കോളേജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര നക്ഷത്രവനം പരിസ്ഥിതി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. മുൻ ട്രഷററായിരുന്ന KM അരവിന്ദാക്ഷൻ എന്ന ഉണ്ണിയേട്ടന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ചാലിശ്ശേരി കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്ര നക്ഷത്രവനം പരിസരത്ത് നടന്ന ആദര ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് KK ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റിസർവേ വടക്കാഞ്ചേരി സൂപ്രണ്ട് ഓഫീസ് ഹെഡ് സർവേയർ പോൾ S. ഷിബു മുഖ്യാതിഥിയായി. സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ അവാർഡ് ലഭിച്ച ശാലിനി ബാലൻ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തിവരുന്ന ആശാപ്രവർത്തകരായ ഷീബ സുരേന്ദ്രൻ, രേഷ്മ അബ്ദുൾ ലത്തീഫ് എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു. നക്ഷത്രവനം മുൻ സെക്രട്ടറിയും ജീവകാരുണ്യ പ്രവർത്തകനും നാടക നടനുമായ ഗോപിനാഥ് പാലഞ്ചേരി, ട്രഷറർ മനോജ് മാസ്റ്റർ, ക്ഷേത്ര സംരക്ഷണ സമിതി നക്ഷത്രവനം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പാലക്കാട്ടിരി ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി, പ്രദീപ് ചെറുവാശ്ശേരി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയൻ പൊറ്റേടത്ത്, സെയ്ദ് മുഹമ്മദ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. PMM പരൂർ ലഹരിവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ മന്ദലാംകുന്ന് ബീച്ച് ഫെസ്റ്റിവലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. മന്ദലാംകുന്ന് ബീച്ച് കാർണിവൽ കോർഡിനേറ്ററും പുന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പറുമായ അസീസ് മന്ദലാംകുന്ന് സ്വാഗതം പറഞ്ഞു. ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ അധ്യക്ഷത വഹിച്ചു. ലഹരിമുക്ത കേരളം ആരോഗ്യമുള്ള ജനത എന്ന വിഷയത്തെക്കുറിച്ച് PMM മെമ്പറും പൊതുപ്രവർത്തകനുമായ നാസർ പരൂർ സംസാരിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തകൻ രതീഷ് വരവൂർ ലഹരിക്കെതിരെ മോണോ ആക്ട് അവതരിപ്പിച്ചു. ലഹരിവിരുദ്ധ സമിതി വൈസ് ചെയർമാൻ മജീദ് പരൂർ, ഫാറൂഖ് പരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6785 രൂപ, പവന് 54,250 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 90 രൂപ. ചരമം മുതുവമൽ ചെറുവള്ളിക്കടവ് കോട്ടിലിങ്ങൽ വീട്ടിൽ നാരായണൻ ഭാര്യ ദേവകി നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ മോഹനൻ, വിശാല, വസന്ത, പുഷ്പ, ഉഷ, മല്ലിക എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറേമ്പാടം കമ്പിപ്പാലത്ത് അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. അബോധാവസ്ഥയിലായ ബൈക്ക് യാത്രികനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചങ്ങരംകുളം കല്ലൂർമ തരിയത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു. അക്കിക്കാവ് തിപ്പിലശ്ശേരി റോഡിൽ കോടതിപ്പടിക്ക് സമീപം ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. എരുമപ്പെട്ടി കരിയന്നൂരിൽ കയർ ബൈക്കിൽ കുരുങ്ങി യാത്രികന് പരിക്ക്. വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട്. പൂരവിളംബരം നാളെ. വർണ്ണവൈവിധ്യങ്ങളുടെയും ആനയലങ്കാരങ്ങളുടെയും വിസ്മയക്കാഴ്ച പൂരനഗരിക്ക് സമ്മാനിച്ചുകൊണ്ട് ചമയ പ്രദർശനത്തിന് തുടക്കമായി. മോദിയും കേന്ദ്ര ഏജൻസികളും വട്ടമിട്ട് പറന്നിട്ടും കേരളത്തിൽ BJPക്ക് പച്ച തൊടാനാകാത്ത അവസ്ഥയാണുള്ളതെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി MLA. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എളവള്ളി മേഖലാ തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് ചേർന്ന പൊതുയോഗം MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ചിറക്കൽ കൊണ്ടടക്കടവ് റോഡിന്റെ നവീകരണം വൈകുന്നത് നാട്ടുകാരെ വലയ്ക്കുന്നു. 2 വർഷം മുമ്പ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ല. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായിരുന്ന കോതച്ചിറ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള സ്മൃതി പുരസ്കാരം തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥന് സമർപ്പിച്ചു.
കൂവപ്പള്ളി കുടുംബാംഗങ്ങളും കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം. തണ്ടിലം പൊടിയട വീട്ടിൽ സജീവന്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.